ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നീലാംബരി എഴുതുന്ന മനോഹരമായ കഥയാണ് ശിക്കാരി ശംഭു. മനസ്സ് നിറഞ്ഞ് ചിരിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നീലാംബരി ഒരുക്കി വെച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. ശിക്കാരി ശംഭു, രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. രതീഷേ, എടാ രതീഷേ, ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ നീ? പാന്റിനും ഷർട്ടിനും പകരം അലമാരയിലിരിക്കുന്ന എന്റെ സാരി ഒന്ന് വാരി ചുറ്റിയേക്കരുത്. അല്ല, നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. നിന്റെ ചാണകപ്പച്ച ഷർട്ടും ചാമ്പൽ കളർ പാന്റും ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. മാലതി മുറിയുടെ വാതിൽ തട്ടിയാൽ പുച്ഛത്തിൽ പറയുകയാണ്. കാലുവഴി പാന്റ് വലിച്ചു കയറ്റുന്നിടയിൽ തന്റെ അമ്മയുടെ കളർ സെൻസുകൾക്ക് രതീഷ് തന്റെ ഗ്രേ കളർ പാന്റിലേക്കും കട്ടിൽ കിടക്കുന്ന ഒലീവ് കളർ ഷർട്ടിലേക്കും നോക്കി. ഓ, ചാണകപ്പച്ചയും ചാമ്പൽ കളർ പോലും ബ്രാൻഡഡ് തോൽവിയും മാലതി അമ്മേ. കഴിഞ്ഞ ആഴ്ച സൂര്യ ടിവിയിലെ സ്വാമിയപ്പെടുന്ന സീരിയലിൽ അസുരന്റെ ക്യാരക്ടറിയെ ഓഡിഷൻ വായ്പ വാങ്ങിയ പുതിയ ബ്രാൻഡഡ് ഷർട്ടിനെയും പാന്റിനെയും അമ്മ ഇപ്പൊ അപമാനിച്ചത്. തന്റെ മോന്റെ വർത്തമാനം കേട്ടിട്ട് മാലതിക്ക് ഒരു ലോഡ് പുച്ഛമാണ്. വലിയ കാര്യായിപ്പോയി. എന്നിട്ട് നിന്നെ അവരെ എന്തും പറഞ്ഞാൽ വണ്ടിക്കൂലിയും തന്നെ തിരികെ പറഞ്ഞു വിട്ട്. അത് പിന്നെ ഇത്രയും ഗ്ലാമറുള്ള അസുരൻ അയ്യപ്പന് തന്നെ ഒരു വെല്ലുവിളിയാണത്രേ. എനിക്ക് സൗന്ദര്യം കൂടി പോയത് എന്റെ കുറ്റാണോ? ഓ, വിശ്വസിച്ച്. അല്ലാതെ അസുരന്റെ വടിവാൾ കണ്ട് നീ പേടിച്ച് ബോധം കിട്ടി വീണിട്ടല്ല. അല്ല, നീ ഇവിടുത്തെ എന്ത് ചെയ്യുവാടാ? റെഡിയായി കഴിഞ്ഞില്ല ഇതുവരെ? മാലതി വീണ്ടും വാതിൽ കൂട്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. പിന്നെ പെട്ടെന്ന് റെഡിയാവുന്ന എന്റെ കല്യാണമാണല്ലോ നടക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. രതീഷ് മടങ്ങി വരുമ്പോ എന്റെ സ്വപ്നം തകർത്തി ഈ നാട്ടിലെ നശിച്ച നിയമവ്യവസ്ഥയെ മുൻനിർത്തി ഞാനൊരു സിനിമ ചെയ്യും. അതിലെ ഹീറോ ഈ ഞാൻ തന്നെ ആയിരിക്കും. ഈ രതീഷും മണകുണാഞ്ചൻ. രാവിലെ സ്വന്തം നാവ് പോലും തന്തയെ മാറ്റി വിളിക്കുകയാണല്ലോ. അച്ഛൻ മരിച്ച് തലക്ക് മീൻ നിൽക്കുക, എന്നിട്ട് രാവിലെ അവൻ സ്വന്തം കൊച്ചപ്പനെ വിളിച്ച് കളിക്കുക. അങ്ങേരുടെ പേര് മണകുണാഞ്ചൻ എന്നല്ല, മനോഹരാഞ്ചൻ എന്നാ. പക്ഷെ നിനക്ക് പറ്റിയ പേര് തന്നെയാണ് ഇപ്പൊ വിളിച്ച്, രതീഷ് മണകുണാഞ്ചൻ. അപമാനം പണ്ടേ ചെക്കന് പറ്റില്ല. രതീഷിന് ദേഷ്യം വന്നു. അമ്മ ഇന്ന് പോകുന്നുണ്ടോ? ചുമ്മാ എന്റെ കോൺസെൻട്രേഷൻ കളയാനായിട്ട്. മേക്കപ്പ് ഒരു കലയാണ്, നീ പോരാളിയോട് ആരൊന്ന് പറഞ്ഞു കൊടുക്കുക. കൈവെള്ളയിലെ കുറച്ച് പൗഡർ തട്ടിയിട്ട് മുഖത്ത് കുത്തിയിട്ട് കളിക്കുകയാണ് രതീഷ്. സാവധാനം അത് ബ്ലെൻഡ് ചെയ്ത് മുഖത്ത് പിടിപ്പിക്കുന്നതിനിടയിലാണ് മാലതി മാലപ്പടക്കം പോലെ പുറത്തുനിന്ന് പൊട്ടിത്തെറിക്കുന്നത്. തേങ്ങ കൊലയാണ്, മര്യാദക്ക് വാതിലോർക്ക്, ഇല്ലേലും ഇത് പൊളിച്ച് അടുപ്പേ വെക്കും ഞാൻ. സായി കിട്ടി രതീഷ് വാതിലൊർന്നും ഒട്ടും അമാന്തിക്കാതെ സാരി തലപ്പുയർത്തി അവന്റെ മുഖം മൊത്തമായി തുടച്ചെടുത്തു മാലതി. അമ്മേ! പല്ലിയടിച്ച് പിടിച്ച് രതീഷ് അലറി. അലറണ്ട, ഞാൻ തുടച്ചെടുത്ത് ഈ കുട്ടിക്കൂറാ പൗഡർ പേപ്പർ കെട്ടി പൊഞ്ഞു വെച്ചാ എനിക്ക് 6 മാസം ഉപയോഗിക്കാം. തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ വരെ നിന്നെക്കാൾ ഭേദാ. ഗ്ലാമർ സെൻസ് ഇല്ലാത്ത അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. എന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ടതേ എന്റെ കടമയാ. പിന്നെ ഒരു ലോഡ് പൗഡർ ദിവസം വാരി തേച്ചാൽ നീ വെളുത്ത് പാറാൻ പോവല്ലേ? ആ ചെക്ക, ഒന്നുമില്ല, ആ തന്തയുടെ മോനല്ലേ നീ? കുറച്ച് വർഗമെങ്കിലും കാണിക്കടാ. ആ, എനിക്കറിയില്ല. അച്ഛന്റെ കാര്യത്തിൽ അവൻ ഇപ്പോഴും സംശയമാണ്. ആ സത്തെ, നിനക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. നിന്റെ അച്ഛൻ SI മനോഹരാഞ്ചൻ തന്നെയാ. കൊമ്പമീശ വേണമെന്നൊന്നും ഈ അമ്മ പറയുന്നില്ല. രാത്രി ഒറ്റക്കൊരു മുറി ലേറ്റിടാ ഉറങ്ങാനുള്ള ധൈര്യങ്ങളും കാണിക്കുന്നേ. ഇങ്ങനൊരു പേടിത്തൊണ്ട്. അവന് പല്ലിയെ പേടി, എന്നാ പാമ്പിനെ പേടിയില്ല. പൂച്ചയെ പേടി, എന്നാ പുരി കിടക്കുന്ന കൂട്ടിന് മുമ്പിൽ പോയിന്ന് ഫോട്ടോ പിടിക്കാൻ പേടിയില്ല. അവൻ നാടകത്തിൽ അഭിനയിക്കും, എന്നാ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറാൻ പേടി. വല്ലാത്തൊരു ജീവി തന്നെയാ നീ. അല്ലെങ്കിലും പുച്ഛിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ അമ്മമാരെ കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. ആ, അത് ചുമ്മാതല്ല. SI മണക്കൊണ. ഓ, ഇന്നാവ്. SI മനോഹരാഞ്ചൻ എന്നിട്ട് അച്ഛൻ തൊട്ടനും പിടിച്ചതിനൊക്കെ വെരട്ടിയാ എന്നെ വളർത്തി. അങ്ങനെ വളർന്നിട്ടാ ഞാൻ ഇങ്ങനെയായി പോയത്. എന്തായാലും നിന്നെ വെരട്ടി പേടിപ്പിക്കാൻ അങ്ങേരിനി വരില്ല. ഈ പേടിച്ചൂറിയിട്ട് അടുത്ത് തന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അങ്ങേര് പോയില്ലേ? നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ആശ്രിത നിയമനം വഴി നിനക്ക് കിട്ടിയ SI ജോലിക്ക് പറഞ്ഞു വിടാൻ നിന്നെ എനിക്ക് പഴയ ഹെഡ് മാസ്റ്റർ ദിവാൻ സാറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തേണ്ടി വന്നു. അങ്ങേരുടെ കയ്യിലിരിക്കുന്ന ചൂരൽ വടി കണ്ടിട്ടല്ലേടാ നീ ഈ ജോലിക്ക് പൊക്കോളാൻ സമ്മതിച്ച്? ആ ചോദ്യത്തിൽ അവനൊന്ന് പതറി. പച്ചയായ സത്യം പാവക്ക ജ്യൂസ് പോലെയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് അടി പണ്ടേ പേടിയാ. എന്താണെന്നറിയില്ല, അടി കൊണ്ട് അപ്പ തടർക്കം വരും. അപ്പല്ല പുട്ട് വന്ന് കയറ്റിട്ട് പോവാൻ നോക്കിയേക്കാം. ട്രെയിനിന് സമയമായി. അമ്മയോട് യാത്രയും പറഞ്ഞ അച്ഛൻ്റെ ഫോട്ടോ മുമ്പിൽ പോയി പല്ലും കടിച്ച് പൊട്ടിച്ച് നല്ലപോലെ അച്ഛനെ സ്മരിച്ചു രതീഷ്. കാരണം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ ദരിദ്രവാസിയുമായ കഥാനായകൻ ഒരു സിനിമാ പ്രേമിയാണ്. പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ മാഷുമാരും ടീച്ചർമാരും രതീഷിന്റെ പരീക്ഷാ പേപ്പറാണ് വട്ടം വരച്ച് പഠിക്കാറുള്ളത്. എങ്കിലും പാട്ട്, ഡാൻസ്, ഡപ്പാങ്കൂത്ത് എന്തിന് നാടകം വരെ അവൻ കൂട്ടുകാരുമൊത്ത് സ്റ്റേജിൽ കയറി തിമിർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രച്ഛന്ന വേഷത്തിന് പിച്ചക്കാരന്റെ കോസ്റ്റ്യൂമിട്ട് ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറിയ രതീഷ് പേടിച്ച് പണ്ടാറടങ്ങി ബോധം കെട്ടി വീണ് സ്റ്റേജ് നനച്ചു എന്നാണ് ജനസംസാരം. പക്ഷേ ചക്ക വീണപ്പം മൊയിൽ ചത്തു എന്ന് പറയുന്ന പോലെ രതീഷിന്റെ തകർപ്പൻ അഭിനയ പാഠവുമാണ് സ്റ്റേജിൽ അവൻ കാഴ്ചവെച്ചെന്ന് കരുതി ജഡ്ജസ് അവന് ഫസ്റ്റ് പ്രൈസ് കൊടുത്തു. കോളേജിൽ പഠിക്കുമ്പോഴും സപ്ലിക്കുട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന രതീഷ് സിനിമാ പ്രേമമൂത്ത് എല്ലാ സിനിമാ തിയേറ്ററുകളും നിറങ്ങി ഉത്സവപ്പറമ്പുകളിലെ നാടകം കണ്ട് അഭിനയഭ്രാന്ത് മൂത്ത് അവസാനം കണ്ണിൽ കണ്ട ഓഡീഷനുകളിലെല്ലാം പങ്കെടുത്ത് തോറ്റ് തുന്നമ്പാടി ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കാലൻ അറ്റാക്കിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട്
രതീഷിന്റെ അച്ഛൻ SI മനോഹരാഞ്ജനെയും കൊണ്ട് ഒളിച്ചോടിയത്. അതും റിട്ടയർ ആവാൻ 5 വർഷം ബാക്കി നിൽക്കെ തന്റെ ഭർത്താവിന്റെ പോലീസ് ഉദ്യോഗം ആശ്രിത നിയമനം വഴി തന്റെ മകന് കിട്ടുമല്ലോ എന്നോർത്ത് രതീഷിന്റെ അമ്മ മനോഹരാഞ്ജന്റെ വിയോഗത്തിൽ ആശ്വാസം കണ്ടെത്തി. വീട്ടിലൊരു പോലീസുകാരൻ തന്തയുണ്ടായിരുന്നിട്ട് കൂടി പോലീസ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് പഞ്ചായത്ത് വിടുന്ന രതീഷ് 2 വർഷം അതും പറഞ്ഞ് തന്റെ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. എന്നാൽ മരിച്ച ആളുടെ ആശ്രിതർക്ക് ആശ്രിത നിയമത്തിനായുള്ള അപേക്ഷ 3 വർഷത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതിനാൽ രതീഷ് പണ്ട് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ദിവാകരൻ സാറിന്റെ ചൂരൽ വടിക്ക് മുമ്പിൽ അവന്റെ അമ്മ അവനെ കൊണ്ടു നിർത്തി. അവസാനം രതീഷിനെ പോലീസ് കുപ്പായത്തിൽ കയറ്റി നാട് കടത്താൻ തീരുമാനിച്ചു എല്ലാവരും. പാലക്കാട്ടേക്കായിരുന്നു രതീഷിന്റെ ആദ്യ പോസ്റ്റിംഗ്. ഇതുവരെ സ്വന്തം ജില്ല വിട്ട് യാത്ര ചെയ്യാത്തവൻ ആ അജ്ഞാത സ്ഥലത്തേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. പിന്നെ എന്തിനാമത്തെ ചേട്ടനോട് നിൽക്കുന്നത്? എന്റെ അശ്വതി അച്ഛനെ നോക്കണ്ടിട്ട് മരിക്കുക എന്നുള്ളതാ എന്റെ അന്തിമാഭിലാഷം. അല്ല, നീ ഇന്ന് റാഗിക്കുറി കുടിച്ചോ? എന്ത് കുടിച്ചില്ലേ? അപ്പൊ ഏളി മോർണിംഗ് കുങ്കുമപ്പൂവിട്ട പാല്, 8 മണിയുടെ ബദാം മിൽക്ക് ഇല്ലേ? ഓ ഡാർക്ക്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വാവേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ നേരം റാഗിക്കുറി കുടിക്കണമെന്ന്. വെറുതെ ചേട്ടനെ കലിപ്പനാക്കലേക്ക് അന്താരി. നീ കുടിച്ചില്ലെങ്കിൽ നിർത്തിപ്പിക്കുന്ന ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ അടിക്കാൻ ആത്മഹത്യ ചെയ്യും. ആ അങ്ങനെ വഴിക്കുക. നല്ല കുട്ടി. കുടിച്ചിട്ട് വാവ് പോയി ചാച്ചിക്കോ. ബൈ വാവേ. സില്ലികൾ കുടിച്ച ഗ്യാസ് ഉണ്ടാകും പോലും. എന്റെ സീറ്റ് ചെയ്ത കിട്ടി. വാവ്. ഫോൺ കട്ട് ചെയ്ത് കുഞ്ഞുമോൻ PP ട്രെയിനിലെ തനിക്കുള്ള സീറ്റും കണ്ടുപിടിച്ചിരുന്നതോ ഒരു ചുന്ദരി പെൺകൊച്ചിന്റെ ഓപ്പോസിറ്റ് സീറ്റ്. നേരത്തെ കണ്ട വാവ് ഇവളെ കണ്ടതിന്റെ ഭാഗമായിട്ടുണ്ടായ ഏമ്പക്കമായിരുന്നു. കണ്ണിലിരുന്ന മജന്ത കളർ കണ്ണാടി എടുത്തു മാറ്റി കുഞ്ഞുമോനൊന്ന് ചുറ്റും നോക്കി. സ്ലീപ്പർ ക്ലാസ് ആണ്, അധികം തിരക്കൊന്നുമില്ല. തന്റെ തൊട്ടടുത്തൊരുത്തൻ മുഖത്ത് തോർത്തും വിരിച്ച് സീറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെണ്ണിന്റെ അപ്പുറം ഇപ്പുറം ഒരു സ്ത്രീയും പുരുഷനും ഉണ്ട്. രണ്ടാളും നല്ല ഉറക്കാണ്. അമ്മയും അച്ഛനും ആയിരിക്കും. ട്യൂൺ ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം. മുട്ടി നോക്കാം, ചിലപ്പോൾ കുഴിമന്ന് കിട്ടിയാലോ. ഓർത്തുകൊണ്ട് കുഞ്ഞുമോൻ ആ കുട്ടിയെ നോക്കിയൊന്ന് വെളുക്കെ ചിരിച്ചു. അവളും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇതേതായി ചപ്രത്തലേൻ എന്ന പോലെ അവൾ അവനെ നോക്കിയായിരുന്നു. കഴുത്തിലൊരു വയർലെസ് ഹെഡ്ഫോണും മുഖത്ത് ഷഡ്ഭുജൻ ഷേപ്പിൽ മജന്ത കളർ കണ്ണാടിയും വെച്ച് വൈക്കോൽ തുറ പോലുള്ള മുടിയുമായി ഒരുത്തൻ. അതാണ് നമ്മുടെ കുഞ്ഞുമോൻ PP. ഹൈ, കുട്ടി എവിടേക്കാ? കണ്ണാടി മുഖത്തേക്ക് തന്നെ വെച്ച് വിനയം വാരിയെറിഞ്ഞുകൊണ്ട് അനാവശ്യമായി അക്ഷരം മാറ്റി അവൻ അവളോട് ചോദിച്ചു. പെണ്ണൊന്ന് പകച്ചു. എൻട്രു, ഞാനെനിക്ക് അർത്ഥമാകത്തില്ല. കുഞ്ഞുമോന്റെ ഷഡ്ഭുജം നിലത്ത് വീണുടഞ്ഞു. എന്ത് എരുവ? ഇത് ഭാഷ ഇനി സംസ്കൃതം വല്ലതാണോ? എവിടെ പോകുന്നു നീ? ആംഗ്യം കാണിച്ചുകൊണ്ട് കുഞ്ഞുമോൻ തകർത്തു. പെൺകുട്ടി പുഞ്ചിരിയാൽ മറുപടി നൽകി. ഈ പെൺകുട്ടിയെ ട്യൂൺ ചെയ്ത തന്റെ ഗിറ്റാർ കമ്പി പഞ്ചറാവും എന്ന് മനസ്സിലായത് അവൻ ആംഗ്യഭാഷയിൽ അഭയം പ്രാപിച്ചു. അവരുടെ കണ്ണുകൾ കഥ പറഞ്ഞു തുടങ്ങിയതും ആ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വീണ്ടും സഞ്ചരിച്ചു തുടങ്ങി. പെട്ടെന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ദേശീയഗാനം ട്രെയിനിൽ നിന്നും മുഴങ്ങിയത്. ബംഗാളി ചേട്ടന്റെ അക്ഷരസ്ഫുടതയിൽ കുഞ്ഞുമോനൊരു നിമിഷം പകച്ചു. എടോ പാണ്ടിക്കരിമ്പാറ ബംഗാളി മോനെ, പേര് മാറ്റി പറയുന്നോ? പഴംപൊരിയിലടാ തെണ്ടി. അത് പഴംപൊരിയാ, പഴംപൊരി. മഴയിലെയും പുഴയിലെയും ഴ. കുഞ്ഞുമോൻ ബംഗാളിയെ എഴുത്തിനിരുത്തി. ബംഗാളിയല്ല സേട്ടാ, ബംഗാളി ബംഗാളി. ബംഗാളിയും വിട്ടുകൊടുത്തില്ല. ബ്ലംഗ്ലാളിയെ ബ്ലംഗ്ലാളി എന്നല്ലാതെ പോരാളിന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ആ പേര് കേരളത്തിലെ അമ്മമാർ മൊത്തമായിട്ട് വിലക്കെടുത്തേക്കുവാ. എന്നാ ചേട്ടൻ എന്നെ മുകേഷ് അംബാനിന്ന് വിളിച്ചോ? അതാ എൻ്റെ പേര്. കുഞ്ഞുമോൻ PP ഇരുന്നിരിപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വിനയഗുണയാനിതനായി. അംബാനി പാപ്പരായ വിവരം അറിഞ്ഞില്ലേ? ഉണ്ണിയോട് ആരും പറഞ്ഞില്ല? അല്ല, ട്രെയിനിലെ കച്ചവടക്കേനെ പോകുന്നു. മരുവൾക്ക് സുഖാണ്. രാധുനോട് എൻ്റെ അന്വേഷണം പറയണ കേട്ടാ. ചായ മണി വിറ്റ റേഷൻ വാങ്ങാൾ കിട്ടുമായിരിക്കും അല്ലേ? അയ്യോ ചേട്ടൻ, ഞാൻ ആമ്പാനിയല്ല. ചേട്ടനിപ്പോൾ എന്താ വേണ്ടേ? അതെ, ആ പാത്രത്തിൽ ഇരിക്കുന്ന മുഴുത്ത പഴംപൊരി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നേക്ക് അംബാനി ബ്രോ. ആ മോളെ, ഏനു പഴംപൊരി തിന്നലു? ബംഗാളിയോട് പറയുന്നതിനിടയിൽ ആ പെൺകുട്ടിയെ നോക്കി പഴംപൊരി വേണമെന്ന് ചോദിക്കാൻ അവൻ മറന്നില്ല. അവന്റെ ഭാഷ കേട്ട് പെൺകുട്ടി ചിരി കടിച്ചമർത്തി. ഒരു പഴംപൊരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് മുകേഷ് അംബാനി കുഞ്ഞുമോന് കൊടുത്തു. ഈ പഴംപൊരിക്ക് തന്നെ മുഖച്ചായാളോടാ മുകേഷ്? ഇത് തന്റെ അച്ഛനുണ്ടാക്കിയതാണോ? തന്റെ പേര് മുകേഷ്, അതുകൊണ്ട് ഞാനിവനെ രതീഷ് എന്ന് വിളിക്കാം. സാറേ, സാറേന്ന് വിളിച്ച ബായ കൊണ്ട് മോനെന്ന് വിളിപ്പിക്കല്ലേ. നമ്മൾ നല്ല തെറി വിളിക്കറിയാം സാറേ. കുഞ്ഞുമോനെ തെറിയും വിളിച്ച് ബംഗാളി നടന്നുപോയി. കുഞ്ഞുമോൻ PP പഴംപൊരി എടുത്തു പിടിച്ച് ഒരേ സംസാരമാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടി കാണാൻ വേണ്ടി ചുമ്മാ ഡോഗ് ഷോ. രതീഷ് ഉണരൂ, ഉണരൂ രതീഷ്. രതീഷ്, ഇന്നലെ കാരമ്പളക്ക് പോയിരുന്നു. ഉണരൂ രതീഷ്. ഇനി ഉണർന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും. എന്താടാ? പെട്ടെന്നൊരാശരി കുഞ്ഞുമോനെ ഞെട്ടി. അയ്യോ, യുറേക്ക സംസാരിച്ചു. പഴംപൊരി എന്നോട് സംസാരിച്ചു. എടോ, തനിക്ക് തലക്ക് സുഖല്ലേ? രതീഷ് ഞാനാ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? കുഞ്ഞുമോൻ ഞെട്ടി സൈഡിലേക്ക് നോക്കി കാണുന്നു. അടുത്ത് കണ്ണു മുഴിച്ചിരിക്കുന്ന നമ്മുടെ SI രതീഷിനെയാണ്. ഹേയ് കൂൾമാൻ, താനൊരു രതീഷാണോ? ഞാൻ ഈ രതീഷിനെ ഉദ്ദേശിച്ച് കുഞ്ഞുമോൻ ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഏത് പഴംപൊരിയോ?
ഓ ഇത് മറ്റേത് ക്യൂട്ട്നെസ്. മുന്നിലിരിക്കുന്ന പെണ്ണിനെ ട്യൂൺ ചെയ്യാൻ ക്യൂട്ട്നെസ് വാരി വിതറിലാവില്ലേ? മിണ്ടാപ്രാണികളോട് സംസാരിക്കുന്ന പയ്യന്മാരെ ചില പ്രത്യേക ഇനം പെൺപിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. സാധാരണ ഇത്തരം പട്ടിഷോ ഒക്കെ കാണിക്കാറുള്ള പെൺപിള്ളേരാ. കണ്ടുപിടിച്ച് കൊച്ചുകൾ ഇതൊക്കെ വെറും തമാശ, ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ ചെയ്താ നാറ്റിക്കരുത് പ്ലീസ്, കാല് പിടിക്കാൻ വേണമെങ്കിൽ. ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ള. എന്നോടാ ബാല. രതീഷ് ഒരു ശരിയോടെ മറുപടി പറഞ്ഞു. ഓ അപ്പൊ രതീഷ് ബ്രോ മറ്റേ കാര്യത്തില് പുലിയാണല്ലേ? ബൈ ദ ബൈ, ഞാൻ കുഞ്ഞുമോൻ PP. ഞാനും മാഷിനെ പോലെ മറ്റേ കാര്യത്തില് പുലിയ. അത് കണ്ടാലും പറയും ഒരു ഫ്രീക്കലുണ്ട് നിന്നെ കാണാൻ. നിന്നെ തലയിൽ കമിഴ്ത്തി വെച്ചേക്കുന്ന എന്താടാ? വൈക്കോലാതെ മൂടിയോ? ഒന്ന് കത്തിച്ച് പിടിച്ച പന്തവും താൻ ഒരു അമ്മ പറ്റ മക്കളാന്നേ പറയൂ. ഒന്ന് പോയേ ബ്രോ, ഇങ്ങനെ ആക്കിയെടുക്കാൻ വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. ഇത് മൂടി തന്നെയാ, അതും പ്യുവർ 916. പെട്ടെന്ന് ആ ട്രെയിൻ ഒന്ന് കുലുങ്ങി വലിയ ശബ്ദത്തോടെ ട്രാക്ക് മാറി ഓടിത്തുടങ്ങിയത്. അമ്മേ ഒന്ന് നിലവിളിച്ചുകൊണ്ട് രതീഷ് കുഞ്ഞുമോനെ കയറി പിടിച്ചു. പേടിക്കണ്ട ബ്രോ, ട്രെയിനും അറിയാൻ പോവാ. അയ്യോ നമുക്കെന്നാ കാഞ്ചി വലിക്കാം. യു മീൻ ചങ്ങല? ചങ്ങല ചങ്ങല. ഇതൊന്നും അറിയത്തൊന്നുമില്ല ബ്രോ, ഞാൻ ചുമ്മാ പറഞ്ഞ. ട്രെയിനിലിരുന്ന് ഇങ്ങനെ പേടിക്കുന്ന ബ്രോ, ഫ്ലൈറ്റ് കയറി ഐസായിട്ട് ഡെഡ് ബോഡി ആവില്ല ഓർത്തിട്ട് എനിക്ക് ചിരി വരെ പണ്ടാറ. ഞാനിപ്പോ ചിരിച്ചു കേട്ടോ. ഞാൻ പോയി ഒന്ന് സ്മോക്കിട്ട് ഒരു ആത്മാവിന് 2 പുകടുക്കാനുള്ള സമയമായി. മോങ്ങ നീ ആരടാ പട്ടിയോ? മോങ്ങിട്ട് വരാന്നല്ല, സ്മോക്കിട്ട്. ബ്രോ വരുന്നോ? വലിച്ചിട്ട് വരാം. കുഞ്ഞുമോൻ പതിയെ ഡോറിനടുത്തേക്ക് നടന്നു. പാനിന്റെ പോക്കലിൽ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കത്തിച്ചു. ഓ അവിടെ ഒരു ഇളി. പേടിച്ച് നിലനിൽക്കുന്ന നമ്മൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. ധൈര്യം ഉണ്ടെന്ന് എഴുതി പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അഹങ്കാരി. തന്നെ നോക്കി കളിയാക്കിച്ചിരിക്കുന്ന മറ്റേ പെൺകുട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് രതീഷ് മെല്ലെ കുഞ്ഞുമോനിൽ അഭയം പ്രാപിച്ചു. അപ്പൊ കുഞ്ഞുമോനെ താൻ എവിടേക്കാ? ആ ചോദ്യം കേട്ട് കുഞ്ഞുമോനെ നാണത്തോടെ ചിരിച്ചു. ഞാനേ എന്റെ കാമുകയെ കാണാൻ പോവാ. മൈ 18th ലവ്, മൈ ഹാർട്ട്, എന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള സ്ഥാനം. 18ാമത്തെ പ്രണയം. താൻ ആള് കൊള്ളാലോ. അപ്പൊ ബാക്കി 17 എവിടെ? ഓ ആവളുമാരൊക്കെ കെട്ടിയനും കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടിക്കും താലിബാഹ്യം കാണുന്നുണ്ട്. ഒന്നുറക്കെ ചിരിച്ചോണ്ട് രതീഷ് പറഞ്ഞു. ഒന്ന് പോ മാഷേ, ഇവളെന്റെ ലാസ്റ്റ് പ്രണയം. കെട്ടുവാണെങ്കിൽ ഞാൻ എന്റെ അശ്വതിനെ തന്നെ കെട്ടും. 6 മാസം ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റിങ് മാത്രമേ ഉള്ളായിരുന്നു. കെഞ്ചി ചോദിച്ചിട്ടാ നമ്പർ തന്ന്. അവളെ കാണാൻ പോകും ഞാൻ. ഒരു സർപ്രൈസ്. ഞാൻ അവളെ കാണാൻ വരുന്ന ആൾക്കറിയില്ല. പറ്റിയ റിട്ടേൺ ടിക്കറ്റ് 2 ബുക്ക് ചെയ്യും ഞാൻ. അല്ല ബ്രോ, വല്ലാണ്ട് കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. മാഷി ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ലേ? കുഞ്ഞുമോന്റെ ചോദ്യത്തിന് മുമ്പിൽ രതീഷ് ഒന്ന് പതറിയെങ്കിലും ഇപ്പൊ ഇതിവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടല്ലോ, 8ാം ക്ലാസ്സിൽ ലാവണ്യ, 9ാം ക്ലാസ്സിൽ ഷിബിന, 10ാം ക്ലാസ്സിൽ രാജശ്രീ, +1 ജിഷ, +2 എലിസബത്ത്. ഇപ്പൊ നിലവിലാരുമില്ല. വാവ്, മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃക. എന്നിട്ട് എന്താ ബ്രോ നിർത്തിക്കളഞ്ഞ്? കണ്ടിന്യൂ ചെയ്യായിരുന്നില്ലേ? അതിരിക്കട്ടെ. എന്നിട്ട് ബ്രോ ഇവരിൽ ആരെങ്കിലും ആയിട്ട് ലിപ് ലോക്ക് അടിച്ചിട്ടുണ്ടോ? എന്ത്? അല്ല, ലിപ് ലോക്ക് അടിച്ചിട്ടുണ്ടോന്ന്? ഏയ് അതൊന്നുമില്ല. ഇല്ലേ? ഒരു ഉമ്മയെങ്കിലും? ഞാൻ അത്രക്കാരനല്ല. ഓക്കെ. അല്ല, ഈ കയ്യിലെങ്കിലും തൊട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. അടുത്തൂടെ പോയിട്ടുണ്ടോ? ഇല്ലടോ. അതെ, ഇവരോട് ആരോടും ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു പെണ്ണിന്റെ മുഖത്തൊക്കെ ഇഷ്ടമെന്നൊക്കെ പറയാം? ഓർക്കുമ്പോഴേ കയ്യും കാലും വിറക്കും. നശിപ്പിച്ച് ഇത്രയും പെൺപിള്ളേരെ പ്രേമിച്ചിട്ട് അവരോട് ആരോടും സ്വന്തം പ്രണയം തുറന്ന് പറയാൻ കഴിയാത്ത തനിക്കൊക്കെ വല്ല കഴിവുണ്ടോടാ? താൻ എന്റെ മൂടിയെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ. ശരിയാ, ഞാനൊരു ഫ്രീക്കൻ തന്നെയാ. പക്ഷെ ഞാൻ പ്രേമിച്ച 18 പെൺപിള്ളേരോട് ഞാൻ തന്നെ അങ്ങോട്ട് പോയി ഇഷ്ടം പറഞ്ഞു. 17 എന്റെ തലയിൽ നിന്ന് ഊരിയതും. ലിപ് ലോക്ക് എന്താന്ന് പോലും അറിയാത്ത നീയൊക്കെ ഒരാണാണോടാ? വല്ലാത്ത ലോക്കായി പോയത്. പരിഹസികൾ വല്ലാതെ അങ്ങ് അതിരി കിടന്നു. രതീഷിന്റെ ഭാവം മാറി. ഏയ് അപമാനം. അത് രതീഷ് താങ്ങില്ല. അവന് മട്ടും ഭാവം മാറി. കണ്ണൊക്കെ ചുമന്ന് കലങ്ങി. രതീഷ് പെട്ടെന്ന് കുഞ്ഞുമോന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു. അയ്യോ, കുഞ്ഞുമോൻ കുറുക്കം പിടിച്ച കോഴിയെ പോലെ കിടന്ന് കൂവാൻ തുടങ്ങിയതും പെട്ടെന്ന് രതീഷിന് സ്ഥലകാലബോധം വന്നു. ഓ സോറി കുഞ്ഞുമോനെ, ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ചെയ്തു പോയതാ. അതെ, എനിക്ക് ചെറുതായിട്ടൊരു ദുസ്വഭാവമുണ്ട്. എന്ത്? ആൾക്കാരുടെ പെടലി കയറി പിടിക്കുന്നോ? ഏയ് അങ്ങനെയല്ല. ആരെങ്കിലും ഇങ്ങനെ വല്ലാണ്ട് കയറി ഇൻസൾട്ട് ചെയ്താലേ ഞാൻ പെട്ടെന്ന് ഭീകരനായി മാറും. അതും കൊടും ഭീകരൻ. വല്ലാത്ത ആദി. ഞാൻ കരുതി അന്യൻ സിനിമയിലെ അമ്പിയായിരിക്കും എന്റെ മുമ്പിൽ നിൽക്കുന്നെന്ന്. അതെ, അമ്പിയണ്ണ എന്നെ പോലെ തൊഴിൽരഹിതനാണോ? ഏയ് അതൊന്നുമല്ല. താൻ ആരോടും പറയണ്ട. ഞാനൊരു പോലീസാ. ഞാനൊരു പോലീസാണെന്ന്. പോലീസോ? അത് പോടുന്ന്. കുഞ്ഞുമോന്റെ പതർച്ച മനസ്സിലാക്കി രതീഷ് ചിരിച്ചു. ശേഷം താൻ പോലീസ് ജോലി സ്വീകരിക്കാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് അവനോട് വിശദീകരിച്ചു. കൊള്ള പേടിയോ?
പേടിയുള്ള ആൾക്ക് പറ്റിയ പണിയാ കിട്ടിയേക്കുന്നത്. നീണാൽ വായിട്ട് ഹാവു കഴുത്തിന്റെ എക്സ്റേ പൊട്ടിയെന്നാ തോന്നുന്നു. ഒരു എല്ലെടുത്ത് നോക്കണം. എന്താ? അല്ല, എല്ല് പൊട്ടിയെന്നാ തോന്നുന്നു. ഒരു എക്സ്റേ എടുത്ത് നോക്കണം. ഒരു ഇളിയും പാസ്സാക്കി രതീഷ് ടോയ്ലറ്റിലേക്ക് കയറിപ്പോയി. കുഞ്ഞുമോൻ അപ്പോഴേക്കും പെടലിയും തടവി അടുത്തുനിന്ന് ടി.ടി.ആറിന്റെ പെടലേക്ക് കയറി സംസാരം തുടങ്ങി. അയ്യോ അമ്മേ, പുല്ല്! അല്ല, പല്ലി പല്ലി! ടോയ്ലറ്റിൽ നിന്ന് രതീഷിന്റെ ഒച്ചത്തിലുള്ള നിലവിളി കേട്ടതും കുഞ്ഞുമോനും ടി.ടി.ആർ അവിടേക്ക് പാഞ്ഞു. പുലിയോ? രതീഷേ ബ്രോ വാതിലുർക്ക്. അപ്പോഴേക്കും രതീഷ് വാതിലും തള്ളി തുറന്ന് പുറത്തേക്ക് എടുത്തിയാടിയിരുന്നു. അയ്യോ, അവിടെ ഒരു പല്ലി! അതിന്റെ ചുക്കാമണി പൊഴിച്ചിട്ട് ഓടി. പല്ലി ചുക്കാമണി പൊഴിച്ചിട്ടെന്നോ? എന്നാന്ന് കാണല്ലോ. കുഞ്ഞുമോൻ ബാത്റൂം തുറന്ന് അകത്തേക്ക് കയറി നോക്കി. അയ്യടാ, എടോ പേടിത്തൊണ്ട ചുക്കാമണിയല്ല, വാല്, പല്ലിയുടെ വാല്. പല്ലി വാല് കണ്ടിട്ട് ചുക്കാമണി പോലും. അത് ഇത്രയും വലുത് എനിക്ക് പോലും ഇല്ല. പൊഴിച്ചിട ഇതെന്താ ചെടി വല്ലോ ആണോ? രതീഷ് ആശ്വാസത്തോടെ നെഞ്ചിടവി. വാലായിരുന്നോ? പെട്ടെന്ന് എന്റെ മേത്തേക്ക് വന്ന് വീണപ്പോ ഞാൻ പേടിച്ചു പോയി. നോക്കുമ്പോ എന്തോ പൊഴിച്ചിട്ട് ആ പല്ലി അങ്ങോട്ടോ ചാടിപ്പോയി. വാലും തലയും തിരിച്ചറിയാത്ത ബ്രോയാര പോലീസിലെടുത്ത്. എന്നിട്ട് ഈ സ്റ്റോറിയുടെ മണ്ടയിൽ കലിപ്പം പോലീസ് എന്ന ക്യാപ്ഷൻ കൊടുത്തേക്കുന്നു. ഇത് കൊടുത്തവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. കുഞ്ഞുമോൻ പറയുന്നിട്ട് വായിൽ നിറഞ്ഞ മുറുക്കാൻ പുറത്തേക്ക് നീട്ടി തുപ്പി ടി.ടി.ആർ അവർ നോക്കി പറഞ്ഞു. കൊടുത്തവനൊരു ഭീകരനാ, പക്ഷെ കൊടുപ്പിച്ചവൻ ഇത് വായിക്കുന്നവൻ തന്നെ ആയിരിക്കണം. ഈടായിട്ട് അവൻ അല്പ അഹങ്കാരം കൂടുതലാ. അവൻ കഷ്ടപ്പെട്ട് തടി കുറച്ച് ചുള്ളനായി അവന്റെ ഫാൻസ് പറയുന്ന കേട്ടു. കലിപ്പന്റെ കഥ വായിച്ച് അവനിപ്പോ ഭീരുക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം കേട്ടുകൊണ്ട് രതീഷ് വെളുക്കനെ ഒന്ന് ചിരിച്ചു കാട്ടി. ഒരു ചെറുമയക്കം കഴിഞ്ഞ് തനിക്കിറങ്ങേണ്ട പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ എത്തിയതും അവിടെയെല്ലാം തിരഞ്ഞിട്ടും കുഞ്ഞുമോനെ കാണാതായതുകൊണ്ട് പിന്നെ തിരയാൻ നിൽക്കാതെ നിരാശയോടെ രതീഷ് ലഗേജുമായി പുറത്തേക്ക് ഇറങ്ങി. കഷ്ടായി പോയി, ഒന്ന് യാത്ര പറയാൻ കൂടി പറ്റില്ലല്ലോ. എവിടെയൊക്കെ പോകുന്നെന്ന് പോലും ചോദിച്ചില്ല. ഓർത്തുകൊണ്ട് രതീഷ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. ചേട്ടാ, കണ്ണാടിക്കാട്. ഓട്ടോയിൽ കയറി പറഞ്ഞ ഓട്ടോ ചേട്ടൻ രതീഷിനെ വല്ലാത്തൊരു ലുക്ക് വിട്ടു. അതല്പം ദൂരെയാ. അവിടെ ആരെ കാണാന്? ആരെയും കാണാനല്ല, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാ. കൊള്ള, കള്ളന് കഞ്ഞി വെച്ചന്മാരാ അവിടുത്തെ പോലീസുകാർ. ഓട്ടോക്കാരൻ പറഞ്ഞ രതീഷ് തെല്ലെന്ന് അമ്പരുന്നു. അതെന്ത് കേട്ടോ അങ്ങനെ പറഞ്ഞ്? അതാ രസം. പോലീസുകാർ പിച്ചാത്തിയെടുത്ത നാട്ടുകാർ വെട്ടത്തെടുക്കും. കൊല്ലും കൈമുതലായിട്ട് കൊണ്ടുനടക്കുന്നവരാ. എന്തിന്? കോഴികളെ പോലും വെറുതെ വിടില്ല, ചുമ്മാ കൊന്ന് തള്ളുകയല്ലേ. അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ. ചോര കണ്ട് അറപ്പ് തീർന്ന ഒറ്റകള്. അങ്ങനെ എത്ര കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉടമയാണ് ആ പോലീസ് സ്റ്റേഷൻ. അത് മൊത്തം കള്ളന്മാരാ. മുന്നിൽ കൊലപാതകം കണ്ട പോലെ ഓട്ടോ ചേട്ടന്റെ കണ്ണുകൾ തുറിച്ചു വരുന്നത് മിറർ വഴി രതീഷ് കണ്ടു. കയ്യും കാലും വരച്ച് താനിപ്പോൾ മരിക്കുമെന്ന് തോന്നിപ്പോയി അവന്. സിറ്റി വിട്ട് ഓട്ടോ ഒരു ഇടറോഡ് വഴി അകത്തേക്ക് കയറി. കുറെ ദൂരം ചെന്ന ഒരു പുഴയുടെ ഓരം ചേർന്ന് അയാൾ ഓട്ടോ നിർത്തി. അല്ല, താനൊന്നും പറഞ്ഞില്ല. മൊബൈലോ പേഴ്സോ തന്നെ എന്താ കളഞ്ഞു പോയത്? അയാൾ ഒരിക്കൽ കൂടി ചോദിച്ച രതീഷ് ഒരു വിറയിലൂടെ അയാളോട് പറഞ്ഞു. രണ്ടുമല്ല, ഞാനവിടുത്തെ പുതിയ SI. അത് കേട്ടത് അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എന്നാലേ സാറിവിടെ ഇറങ്ങിക്കോ. കണ്ണാടിക്കാട് പോകാൻ ഈ കണ്ണാടി പുഴ അടക്കണം. ആ സ്ഥലത്തും സിറ്റിയിലേക്ക് ഒരാൾക്കാർ വള്ളവും ചങ്ങാടൊക്കെ ഉപയോഗിക്കാറ്. ഇതൊരു പട്ടിക്കാടാ സാറേ. എന്തായാലും ഇവിടെ നിന്നാൽ മതി. അക്കരയ്ക്ക് പോയ വള്ള ചങ്ങാടപ്പം തിരികെ വരും. പിന്നെ ആ ആൽമന കണ്ടോ? വനമുത്തിയ. നല്ലോണം പ്രാർത്ഥിച്ചോ, ജീവനുണ്ടെങ്കിൽ വീണ്ടും കാണാം. അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ രതീഷിന് ഊക്കിവിട്ട സന്തോഷത്തിൽ ഓട്ടോക്കാരൻ പോയി. ചുമ്മാ ഒരു മനസ്സുഖം. രതീഷ് ആൽമരച്ചോട്ടിലേക്കൊന്ന് തുറിച്ചു നോക്കി. ആരോണ്ടോ ചുമന്ന വെട്ടിൽ പൊതിഞ്ഞ നിലയിൽ ഇരിപ്പുണ്ട്. ഈശ്വര, പഴയ SIയുടെ തലയെങ്ങാനും വെട്ടിവെച്ചേക്കുവാണോ? വനമുത്തിയാണ് പോലും. മുത്തിയാണേലും മുത്തപ്പനാണേലും എൻ്റെ ദൈവമേ, ഇത്രയും ഗ്ലാമറുള്ള എനിക്ക് ഈ അവസ്ഥ വന്നില്ല. ഭാവിയിലെ പൃഥ്വിരാജോ ടോവിനോ തോമസ് ആവേണ്ട ഞാനാ വെട്ടുകൊണ്ട് ചാകാൻ പോകുന്നു. ഇതിലും ഭേദം പട്ടാളത്തിൽ പോകുന്നതായിരുന്നു. വെടികൊണ്ട് ചത്താലും 4 ആൾ അറിയെങ്കിലും ചെയ്യും. ഇതിപ്പോ അടുത്ത ചെറുപ്പക്കാരൻ വനമുത്തപ്പൻ ഞാനാണെന്നാ തോന്നുന്നത്. വള്ളത്തിൽ കയറി ബാഗും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ആകാശത്തിൽ നേർത്ത മിന്നൽ പിണറുകൾ രൂപം കൊണ്ടതും രതീഷിന്റെ ശ്രദ്ധ പിന്നെ അവിടേക്കായിരുന്നു. ചാകാൻ എത്ര ഓപ്ഷൻസ് അതിൻ്റെ മുമ്പിൽ. പ്രകൃതി മുഴുവൻ എനിക്കെതിരാണല്ലോ ദൈവമേ. ആശ്രിത നിയമനം വഴി ജോലി ലഭിച്ച SI രതീഷ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മിന്നലേറ്റ് കരിഞ്ഞു മരിച്ചു. ഏയ് പ്രകൃതി, യു ടു. ആത്മഹത്യ പറഞ്ഞുകൂടി രതീഷ് തോണിക്കാരനെ നോക്കി. ഒരു ലുങ്കി മാത്രമാണ് അയാളുടെ വേഷം. പോരാത്തതിന് തലയിലൊരു കെട്ടും. ഒന്ന് വേഗം തുഴഞ്ഞു പോകാൻ നോക്കിയേട്ടാ. മൂട്ടിൽ 5 വെച്ച വള്ളം വാങ്ങാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക്. പ്രേംനസീറിന്റെ സിനിമയിലെ വള്ളവും നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതെങ്ങാനും തകർന്ന ഞാൻ വെള്ളം കുടിച്ചാവും. ദൈവമേ, എന്തൊരു വണ്ണം വെച്ച പുഴയായത്. ഒന്നും മെലിയരുതോ? അത്രയ്ക്ക് ധൃതിയുണ്ടേലേ മൂട്ടിൽ 5 വെച്ചത് ആ പുഴയിലേക്ക് എടുത്തിയാട്. പെട്ടെന്ന് എത്താം. അല്ല പിന്നെ. തോണിക്കാരൻ പറഞ്ഞു. രതീഷ് വായിൽ സിബ് വലിച്ചിട്ട് മിണ്ടാതിരുന്നു. തോണി എത്തും മുന്നേ തന്നെ രതീഷിന്റെ ആത്മാവ് ആദ്യമേ അക്കരെത്തിയിരുന്നു. തോണിക്കാരന് കാശും കൊടുത്ത് അവൻ പതിയെ നടന്നു. മനോഹരമായ ഒരു ഗ്രാമപ്രദേശമായിരുന്നു കണ്ണാടിക്കാട്. പുഴയും മലയും നെൽവയലും ചെറു അരുവികളും കൊണ്ട് മനോഹരമാക്കപ്പെട്ട ഒരു കൊച്ചു സുന്ദരിയുടെ ചേരുള്ള ഒരു ഉൾഗ്രാമം. എത്ര മനോഹരമായ ഗ്രാമം എന്ന് പറഞ്ഞാലും വഴിയിറങ്ങിൽ പിന്നെ കൊടുങ്കാട്ടിൽപ്പെട്ട അവസ്ഥയാണ്. അപ്പൊ പിന്നെ രതീഷിന്റെ കാര്യം പറയണ്ടല്ലോ.
ആരോടൊന്ന് ചോദിക്കുക. വഴി പിണങ്ങി ഭയന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി കേട്ടത്. എവിടുന്നാ? ആരാ? മേളീന്നോ? ദൈവമേ, ഇത്ര വേഗം മേലോട്ട് വിളിച്ചോ നീ എന്നെ? ഇങ്ങോട്ട് നോക്ക്, ഞാനാ ചെത്തുകാരൻ വാസു. മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടു പനയുടെ മുകളിലിരിക്കുന്ന ഒരു രൂപം. അപ്പോഴേക്കും തവള റിവേഴ്സ് ഗിയർ ഇട്ട പോലെ അയാൾ താഴേക്ക് കാലും കവച്ചു വെച്ച് മിന്നൽ വേഗത്തിൽ ഇറങ്ങി വന്നു. അയാളുടെ പുറകിൽ അരയിലായ ഒരു കുടവും അതിനടുത്തായി തൂക്കിയ നിലയിൽ ഒരു വെട്ടുകത്തിയും കണ്ട് രതീഷ് ഓടാൻ തയ്യാറെടുത്ത് നിന്നു. താഴേക്ക് ഇറങ്ങി വന്ന വാസുവിന്റെ മുഖം കടൽപ്പുറത്ത് സായിപ്പിന് കണ്ട പോലെ ഒന്ന് തെളിഞ്ഞു. ആരാ? കണ്ടിട്ട് സ്കൂളിലൊക്കെ പോയി പഠിച്ച പോലെ ഉണ്ടല്ലോ. രതീഷിനെ നോക്കി ചെത്തുകാരൻ വാസു ആദ്യം ചോദിച്ചാൽ അതാണ്. അതെന്താ ചേട്ടാ, നിങ്ങളാരും സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഒരു പരിങ്ങലോടെ രതീഷ് ചോദിച്ചു. ഈ നാട്ടിൽ സ്കൂളൊക്കെ വന്നിട്ട് 5 കൊല്ലം തികയുന്നേ ഉള്ളൂ. അതും നമ്മുടെ നന്ദിനിക്കുട്ടി കാരണം. നന്ദിനിക്കുട്ടി ആരാ? പശുവാണോ? ചേച്ചേ, ആ കുട്ടി കേൾക്കണ്ട, അവളൊരു കൊച്ചും പിടിക്കുക. പണ്ടൊക്കെ ഈ ഗ്രാമത്തിൽ സ്കൂളുകളൊന്നും തന്നെ ഇല്ല. സ്കൂളിൽ പോണേ പുഴ അടക്കണം. ആ സമയം ഉണ്ടെങ്കിൽ 4 പനി കയറാം. അല്ല, നിങ്ങളാരാ? ഞാനിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്നാ. അങ്ങോട്ട് പോലുള്ള വഴി അറിയാം ചേട്ടന്? ആണോ? നന്നായി, ഞാനും അങ്ങോട്ടേക്കാ. അവിടുത്തെ ദിനേശൻ സാറിന് കള്ളുവേണമെന്ന് പറഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷൻ കള്ളു കൊടുക്കുന്ന ഇവരെ നന്ദിനിക്കുട്ടി അറിഞ്ഞാൽ കൊല്ലു തന്നെ. പോരാത്തിരുന്ന് ചോരപ്പുഴകുന്ന ദിവസം. വാ, വേഗം പോവാം. അത് കേട്ട് രതീഷ് ആകെ നിന്ന് വിറക്കാൻ തുടങ്ങി. ചോരപ്പുഴയോ? അതെന്താ അങ്ങനെ പറഞ്ഞു? കാണാൻ പോകുന്ന പൂരെന്തിനാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വാ. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാസു മുന്നോട്ട് നടന്നു. അയാൾക്ക് പുറകിലായി രതീഷും പതിയെ നടന്നു. സ്റ്റേഷന്റെ മുമ്പിലെത്തിയതും രതീഷ് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. ദൈവമേ, എന്തൊരു ശാന്തത! വയലൻസിന് മുന്നേയുള്ള സൈലൻസ് പോലെയുണ്ട് കണ്ടിട്ട്. പെട്ടെന്നാണ് പോലീസ് സ്റ്റേഷനകത്തുനിന്ന് ഒരാൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് എടുത്തിയാടിയത്. ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുള്ള അലറിയതും കോൺസ്റ്റബിൾ ഗണേശ പിച്ചാത്തിയുമായി പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ചാടിയിറങ്ങി. പുറകെ PC സരിത വലിയൊരു ചാക്കുമായി ഓടിയിറങ്ങി. ആ അലർച്ചയും എടുത്തിയാട്ടൊക്കെ കാണാൻ രതീഷ് ബാഗും കക്ഷത്ത് വെച്ച് തലയും ചെരിച്ച് ചെരുപ്പും കയ്യിൽ പിടിച്ച് തിരിഞ്ഞോടി. അല്പദൂരം ചെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെത്തുകാർ വാസ അവിടെ പന പോലെ നിൽക്കുന്ന കണ്ട് രതീഷ് ഒന്ന് അകലം പാലിച്ച് നിന്നു. ഗണേശ, കത്തി താഴെടാൻ. വീട്ടിൽ ഞാൻ മീൻ വെട്ടുന്ന കത്തിയത്. അബ്ദുള്ള സാറെ ഒന്ന് പറ. ഗണേശൻ നോക്കി സരിത വിരൽ ചൂണ്ടി പറഞ്ഞ ശേഷം അബ്ദുള്ളയെ നോക്കി കെഞ്ചി. കളഞ്ഞിട്ട് വാ സരിത, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. പുച്ഛത്തോടെ കോൺസ്റ്റബിൾ ഗണേശനെ നോക്കി അബ്ദുള്ള സരിതയ്ക്ക് നേരെ കൈ നീട്ടി. ഇങ്ങ് കൊണ്ടുപോവാ സരിതേ, ഞാൻ പിടിക്കാം. നീ ഈ പട്ടിക്കുട്ടികൾ ഓരോന്നിനായിട്ട് ചാക്കിൽ പെറുക്കിയിട്. പുതിയ SI ചാർജ് എടുക്കുന്ന ദിവസമാണ്. ചിലപ്പോൾ അങ്ങേർക്ക് ഇതിനൊക്കെ കണ്ണിന് പിടിച്ചില്ലെങ്കിലോ? പതിയെ ഓണർത്തല്ലേ സരിതേ? ഇപ്പോഴാകുമ്പോൾ വിറ്റകൾ പാല് കുടിച്ചിട്ട് ഉറങ്ങുക. ഓണെന്നാ വിളിച്ചു പോയി ആ തള്ളപ്പട്ടി വന്ന് നമ്മളെ കടിച്ചു പറിക്കും. സരിതയുടെ കയ്യിൽ നിന്ന് ചാക്ക് വാങ്ങി നിവർത്തി പിടിച്ചോ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് കിടന്ന 5 നായിന്റെ മക്കളെ ഓരോന്നിനായി പെറുക്കി സരിത ചാക്കിലിട്ടു. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ രതീഷ് എളിക്ക് കൈയും കൊടുത്ത് കണ്ണു ചുരുക്കി നോക്കി. അയ്യേ, നായിന്റെ മക്കളെ എന്ന് വിളിച്ചിങ്ങനെ ചാടിയിറങ്ങിയത് പട്ടിക്കുട്ടികളെ ചാക്കിലാക്കാനാണോ? പുച്ഛത്തോടെ രതീഷ് സ്വയം പറഞ്ഞതും ചെത്തുകാരൻ വാസവനെ തുറിച്ചു നോക്കി. പിന്നെ നായിന്റെ മക്കളെ എന്നിട്ട് ആ പൂച്ചയുടെ മക്കളെ നായിന്റെ മക്കളെ എന്ന് വിളിക്കാൻ നോക്കോ? തെറി പോലും ഡെവലപ്പ് ആവാത്ത വനപ്രദേശത്താണല്ലോ ദൈവം ഞാൻ വന്ന് പെട്ടത്. നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞുപോയി രതീഷ്. ഗണേശ, കത്തി എനിക്ക് വേണം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ അടുക്കളത്തോട്ടം പത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ അന്ന് നട്ട ചീര പാകായി. അത് മുറിച്ച് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അതിനെ ഞാൻ കത്തി കൊണ്ടുവന്ന് സരിത വീണ്ടും ഗണേശനെ ഓർമ്മപ്പെടുത്തി. ഓ പിന്നെ, അല്ലാതെ വീട്ടിൽ നടാൻ സ്ഥലമില്ലായിട്ടല്ല. ചീര പിന്നെയും പറിക്കാം. SHO ദിനേശ് സാറ് മാവിന്റെ മണ്ടലിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. വീഡിയോ എടുക്കുന്ന ഞാനാ. സരിതക്കുള്ള മറുപടിയും കൊടുത്ത് സ്റ്റേഷന്റെ മുറ്റത്തിൽ നിൽക്കുന്ന വലിയ മൂവാണ്ടൻ മാവിന്റെ ചോട്ടിലേക്ക് നടന്നു PC ഗണേശൻ. ഗണേശ, നേരെ പിടിക്കടാ. ഇന്ന് ഉച്ചക്ക് വീഡിയോ എടുത്ത് ഹോം മിനിസ്റ്റർ അടുക്കൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. മാവിന്റെ മണ്ടലിരുന്ന് SHO പറയുന്ന കേട്ട് രതീഷ് ഒന്ന് ഞെട്ടി. ഈശ്വര, ഹോം മിനിസ്റ്റർക്കൊക്കെ അയച്ചു കൊടുക്കണിൽ ആരെങ്കിലും മാവിന്റെ മണ്ടയിൽ ബോംബ് വെച്ചിട്ടുണ്ടോ? രതീഷ് നടന്നു വന്ന് ഒരു മാവിന്റെ ചോട്ടിൽ നിന്ന് വിറയിലോടെ മുകളിലേക്ക് നോക്കി. ഈ മാവിന്റെ മണ്ടയിൽ കയറിയിരുന്ന് ഫ്രഷ് മാങ്ങ പറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഉപ്പും മുളകും കൂട്ടി തിന്നതിന്റെ സുഖം വേറെ തന്നെയാ. അതേ ഗണേശ, എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം. പെണ്ണും പിള്ളക്ക് സ്റ്റാറ്റസ് ഇടാനുള്ളതാ. നോക്കുമ്പോൾ കാണുന്ന SHO ദിനേശൻ മാവിന്റെ മുകളിൽ തന്നെ ഇരുന്ന് മൂത്ത മാങ്ങ നോക്കി പറിച്ചെടുത്ത് ഉപ്പും മുളകും കൂട്ടി അവിടെ ഇരുന്ന് തന്നെ തട്ടുകയാണ്. തൊട്ട് താഴെയുള്ള ചില്ലയുടെ മണ്ടയിൽ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് PC ഗണേഷ്. ദൈവമേ, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണോ? അതോ ഊളംപാറയുടെ വേറെ വല്ല ബ്രാഞ്ചും പുതിയ തുടങ്ങിയതാണോ? എടാ ഗണേഷേ, ദിനേശ് സാറേ, മര്യാദ താഴെ ഇറങ്ങിക്കോ. SI ഇപ്പം എത്തും. ഇന്നെങ്കിലും ആ കാക്കി യൂണിഫോം എടുത്ത് ഇടാ ഗണേഷ. ഇതിപ്പോ കള്ളനെയും പോലീസിനെ തിരിച്ചറിയാൻ പറ്റാതായാലോ പഠിച്ചോനെ. ആ നന്ദിനി എങ്ങനെ ഈ കാഴ്ച കൊണ്ടു വന്ന ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിക്ക് വാട്സാപ്പ് ചെയ്യും. പിന്നെ പോരുമ്പോ ഒരു കൊല മാങ്ങ കൂടി പറിച്ചെടുത്തോ. മാങ്ങിയിട്ട മീൻകറി ഖദീജക്ക് പെരുത്ത് ഇഷ്ടാ. അബ്ദുക്ക, SIയേക്കാൾ ഒരു പടി മുകളിലാ ഈ SHO ദിനേശൻ, അത് മറക്കണ്ട. കയ്യിലിരുന്ന പിച്ചാത്തിൽ ഒരു കുല മാങ്ങ താഴേക്ക് വെട്ടിയിട്ടുകൊണ്ട് ഒരു ചിരിയോടെ SHO ദിനേശൻ പറഞ്ഞു. ഓർത്തിട്ട് വേണ്ട മറക്കാൻ. മാങ്ങ തീറ്റി കഴിഞ്ഞാൽ ദിനേശ സാർ ലോങ് ലീവ് പോകും. വരുന്ന SI സഹിക്കേണ്ട പിന്നെ ഞങ്ങളാ. അല്ലേ തന്നെ ദിവസം ആ നന്ദിനിയുടെയും ജോസിന്റെയും വായിരിക്കുന്ന മുഴുവൻ കേൾക്കുന്നത് ഞാനാ.
എന്ത് ചെയ്യാൻ, അയൽവാസിയായി പോയില്ലേ, സഹിക്കുക തന്നെ. അപ്പോഴാണ് അബ്ദുള്ള മാവിൻ ചോട്ടിൽ നിൽക്കുന്ന രതീഷിനെയും ചെത്തുകാരൻ വാസുവിനെയും ശ്രദ്ധിക്കുന്നത്. വാസുവേ, കോഴി വാങ്ങാൻ വന്നാടാ, നാടനോ ബ്രോയിലറോ? എന്തിനേലും പിന്നാപ്പുറത്തേക്ക് വന്നോ? പിന്നെ കോഴിയൊന്നും കൊല്ലാൻ പറ്റില്ല കേട്ടോ, ജീവനോടെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊന്നിരുന്നു. ആ നന്ദിനി വരെയുള്ള സമയമായി. കോഴി കച്ചവടം എങ്ങനെ അവൾ കണ്ടുകൊണ്ട് വന്നാൽ കൂടുവർന്ന എല്ലാ കോഴികളും അവൾ പറത്തി വിടും. പിന്നെ ഖദീജന്റെ പപ്പും കൂടെ പറിക്കും. അല്ല, താനേതാടോ, പരാതി കൊടുക്കാൻ വല്ലതും വന്നാണോ? ആണെങ്കിൽ നന്നായി, അല്ലേലേ ഇവിടെ ഉള്ള ഒരു ജോലിയും കൂലി ഇല്ലാതിരിക്കുക. ആ SI കണ്ട എന്ത് വിചാരിക്കും? താ വന്നേ അകത്തിരിക്കാം. എന്തോ പറയാൻ തുടങ്ങി രതീഷിനെ കേൾക്കാൻ നിൽക്കാതെ അബ്ദുള്ള സ്റ്റേഷനകത്തേക്ക് കയറി. ഒന്ന് തിരിഞ്ഞു നോക്കിയത് രതീഷ് കണ്ടു. SHO നീട്ടിയ കൈക്കുമ്പിൽ വാസു കള്ളൊഴിച്ചു കൊടുക്കുന്നു. എല്ലാം നോക്കി കണ്ടുകൊണ്ട് അബ്ദുള്ളക്ക് പുറകെ രതീഷിന് സ്റ്റേഷനിലേക്ക് കയറി. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഈ പാട്ടും കേട്ടുകൊണ്ടാണ് അബ്ദുള്ളയുടെ പുറകെ രതീഷ് അകത്തേക്ക് കയറിയത്. PC ഗായത്രി ഡാൻസ് കളിക്കുകയാണ്. പാറാവുകാരൻ രാഹുൽ ഫോണിൽ റീൽസ് എടുക്കുന്നു. അയ്യേ, കൊള്ളിലെ രാഹുല്, ബാക്ക്ഗ്രൗണ്ടിൽ ജയിലിന്റെ കമ്പിയാണ്. രാഹുൽ എടുത്ത് തന്റെ വീഡിയോ കൊണ്ട് ഗായത്രി മുഖം ചുളിച്ചു. അതെ, ഗായത്രി സാറേ, ആ ഫോണിലുണ്ടെന്ന് റീല് ഞാൻ എടുത്തരാം. ഇവിടുന്ന് അവിടേക്ക് നോക്കിയ സൂപ്പർ വ്യൂ ആ. ജയിലിൽ കിടക്കുന്ന പിടിച്ചു പറിക്കാരൻ ഷിബുവാണ് അത് പറഞ്ഞു. ഡാ ഷിബു, ഇതെന്റെ പുതിയ ഐഫോണാ, കെട്ടിയും ഗൾഫിൽ നിന്നപ്പോ കൊണ്ടുവന്നാ. ഇപ്പൊ നോക്കി വെച്ചിട്ട് അടുത്ത ആഴ്ച അടിച്ചു മാറ്റിക്കൊണ്ട് പോരുത് നീ. ഗായത്രി ജയിൽ കമ്പികൾക്കിടയിലുള്ള ഫോൺ ഷിബുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഛേ, നിങ്ങളുടെ ഉപ്പും ചോറും നിന്ന് വളർന്നവനായി ഷിബു, പോക്കറ്റ് ഷിബു, അത്രക്ക് ചീപ്പല്ല ആർട്ടിസ്റ്റ് ബേബി. ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും സെയിം സോങ് റിപ്പീറ്റ്. മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? സ്വയം പറഞ്ഞോട് രതീഷ് പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വന്നു. സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ആ മുകളിലെ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന പേരിലേക്ക് നോക്കി. കൊള്ളാം, നന്നായിട്ടുണ്ട്. മാതൃകാ പോലീസ് സ്റ്റേഷൻ, കണ്ണാടിക്കാട്. ഇത് തന്നെ ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി. എല്ലാം മണ്ടന്മാരാ. പക്ഷെ പേടിക്ക് പീരിച്ചിട്ടെടുത്തവരാണ് ഞാനെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എന്റെ തകർപ്പൻ അഭിനയപാഠം ബിഗ് സ്ക്രീനിലോ കാഴ്ചവെക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ആ കുറവ് ഇവിടെ അങ്ങ് നികത്തിയേക്കാം. അല്ല, താൻ കുറെ നേരം ഇവിടെ കിടന്ന് കറങ്ങുന്നു. ആരാടോ താൻ? PC സരിത ട്രെയിൽ ചായയുമായി വന്നോണ്ട് രതീഷിനോട് ചോദിച്ചു. സരിത സാറേ, മധുരം കൂട്ടിക്ക് അടുപ്പത്തിൽ ഒരു ചായ, ഒരു ഉണ്ടംപൊരി. ഇന്നലത്തെ ചായക്ക് തീരെ മധുരമില്ലായിരുന്നു കേട്ടോ. ഉണ്ടംപൊരി ഇല്ലെങ്കിലേ പഴംപൊരി ആയാലും മതി. സെല്ലിൽ കിടന്ന ഷിബു കൈരണ്ണം പുറത്തിട്ട് വിളിച്ചു പറയുകയാണ്. എന്നാ പിന്നെ കുറച്ച് പഞ്ചാരയും ചായപ്പൊടി നീ പോയി കട്ടോണ്ട് വാടാ. ദിവസം കടുപ്പത്തിന് മധുരം കൂട്ടിയ ചായ ഞാൻ നിൽക്കരാം. അപ്പോഴേക്കും ദേഷ്യം വന്നു. ഞാൻ തമാശോർന്നല്ലേ, പോ അവിടുന്ന്. ഷിബുവിനെ തറപ്പിച്ചു നോക്കിയ ശേഷം സംശയഭാഗത്തിൽ തന്നെ രതീഷ് നേരെ തിരിഞ്ഞു സരിത. ഞാനിവിടെ പുതുതായിട്ട് ചാർജ് എടുക്കാമെന്ന് SI രതീഷ് ഗൗരവത്തോടെ പറയുന്നവരെ ഞെട്ടലോടെ നിമിഷം നോക്കിയ ശേഷം സരിത ഒച്ചത്തിൽ വിളിച്ചു പോയി. അയ്യോ അബ്ദുള്ള സാറേ, ഓടി വരണേ, SI വന്നു. അങ്ങനെ രതീഷ് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോഴേക്ക് SHO ദിനേശൻ വാസു കൊടുത്ത കള്ളും കൊണ്ട് എസ്കേപ്പ് അടിച്ചിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? കുറെ പേര് ഇൻസ്റ്റാഗ്രാം റീൽസും SHO മാവിന്റെ മണ്ടയിൽ ലൈവായിട്ട് മാങ്ങി തീറ്റി. ഹെഡ് കോൺസ്റ്റബിൾ നായ സംരക്ഷണവും സ്റ്റേഷന് പുറകിൽ കോഴിക്കച്ചവടം. സെല്ലിൽ കിടക്കുന്ന ചായ കൊണ്ടുകൊടുക്കാൻ ലേഡി കോൺസ്റ്റബിൾ. ഇതെല്ലാം പോരാൻ സ്റ്റേഷന് മുന്നിലിരിക്കുന്ന ബോർഡിൽ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന പേരും. ഇതാണോ മാതൃകാ പോലീസ് സ്റ്റേഷൻ? ആണോ? രതീഷിന്റെ അറച്ചയും സ്റ്റേഷനിലെ ലാൻഡ് ഫോണും ഒരുമിച്ചാണ് മുഴങ്ങിയത്. ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തന്നെ നടന്നിരുന്ന തന്റെ ചെയറിലേക്ക് ഇരുന്ന ശേഷം രതീഷ് ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, 3 കുഴിമന്തി ഫുള്ള്, 2 പെരിപെരി അൽഫാം, പിന്നെ ഒരു അൽഫാം ഹണി പാർസലേ, ഒരു ചിക്കൻ ചില്ലി ക്വാർട്ടർ, ബോൺലെസ് കേട്ടോ. ഇത് പോലീസ് സ്റ്റേഷനാ, പല്ലി അടിച്ചു പിടിച്ച് രതീഷ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കോഴിക്കച്ചവടം മറ്റു ഹോട്ടൽ കച്ചവടം തുടങ്ങിയ. എന്നാ പെട്ടെന്ന് വേണേ, ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം. വെച്ചിട്ട് പോടാം. ഫോൺ കട്ട് ചെയ്ത കൈമുട്ടി ടേബിളിൽ ഊന്നി തലക്ക് കൈയും കൊടുത്ത് രതീഷ് ഒരേ ഇരിപ്പിരുന്നു. ഞാനിത് എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞ്? ഈ പോലീസ് സ്റ്റേഷൻ ചുറ്റുപാടെ കണ്ടിട്ട് ഞാൻ സന്തോഷിക്കല്ലേ വേണ്ട, പിന്നെ ഞാനിതിനെ ഇവരോടൊക്കെ കയറി ചൂടാന്ന്. അഭിനയിച്ച് ഞാൻ പോലും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു അന്യം പുറത്തേക്ക് വരുന്ന പോലെ. മണ്ടന്മാരാണെങ്കിൽ ഒരു നയത്തിന് ഹാൻഡിൽ ചെയ്തില്ല എനിക്ക് തന്നെ പറയാം. ഒരാപത്ത് വന്നാൽ കൂടെ നിൽക്കാൻ ഇനിവരൊക്കെ എനിക്കുള്ളൂ. അവൻ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. ഏതോ ഭീകരജീവിയെ കണ്ട പോലെ എല്ലാവരും അന്തം വിട്ട് പണ്ടാരമടങ്ങി നോക്കി നിൽക്കുകയാണ്. രതീഷ് നന്നായിട്ടൊന്ന് ഇളിച്ചു കാട്ടിയതും കൂട്ടം കൂടിയുന്നവരെല്ലാവരും ചിരിയോടെ ശ്വാസം വിട്ടു. അപ്പോഴേക്കും ലാൻഡ് ഫോൺ വീണ്ടും ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. അതെ അബ്ദുക്ക, ഈ ഫോണിന്ന് എടുക്കോ? എന്താണെന്നറിയില്ല, വല്ലാത്ത തലവേദന. രതീഷ് പറയേണ്ട താമസം അബ്ദുള്ള ഓടിയൊന്ന് ഫോൺ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു. ഫോണിലൂടെ കേൾക്കുന്നതിന്റെ ഞെട്ടിൽ അത്രയും അബ്ദുള്ളയുടെ മുഖത്ത് പ്രകടമായിരുന്നു. SI സാറേ, ആ ഗുണ്ട പിന്നെ നമ്മുടെ രാമേട്ടന്റെ ചായപ്പിടിയിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കുക. സ്ഥലം എനിക്കറിയാം, വേഗം വന്നേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. രതീഷ് ഒന്ന് ഞെട്ടി. ഗുണ്ട എന്ന് കേട്ട് അവന്റെ മനസ്സിൽ പല പല രൂപങ്ങൾ മിന്നി പറഞ്ഞു. കീരിക്കാടൻ ജോസ്, മുണ്ടക്കൽ ശേഖരൻ, വിൻസെന്റ് ഗോമസ്, ഹൈദർ മറക്കാര്, മിർസാഖാൻ. പക്ഷെ ഈ പേരൊരു ഗുമ്മില്ല, ഗുണ്ടബിനു. ഗുണ്ടബിനു എന്ന് പറയുമ്പോൾ അത്രയും മുമ്പ് കേട്ട കോമഡി പരസ്യം പോലെ അവന് തോന്നി. അടി, പിടി, വെട്ട്, കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു, കണ്ണങ്കര കോളനി, തോന്നയ്ക്കൽ. ഉത്സവപ്പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു, കണ്ണങ്കര കോളനി, തോന്നയ്ക്കൽ. സാറെന്താ ആലോചിക്കുന്നത് സാറേ? വീണ്ടും അബ്ദുള്ളയുടെ ശബ്ദം. ഞാനോ? അതെ, എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ
തലവേദനയില്ലേ, അതിതുവരെ പോയിട്ടില്ല. ഞാൻ വരണോ? പിന്നെ വരണം. നമ്മൾ ചുമ്മാ പോയി നോക്കിന്നാ മതി. ബാക്കിയൊക്കെ ഗുണ്ടബിന് ചെയ്തിട്ട് പോയിക്കോളും. പോലീസ് എന്നില്ല എന്നൊരു പരാതി പറയരുതല്ലോ. എന്നാ പിന്നെ അബ്ദുക്കാക്ക് പോകരുതോ? എൻ്റെ യൂണിഫോം കുറച്ച് ടൈറ്റാ. ചിലപ്പോ പാൻറ് കീറാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ ഇടാത്ത. ബാഗിലുണ്ട്. യൂണിഫോം ധരിക്കാതെ കൃത്യനിർവഹണത്തിന് പോലീസ് പോകാൻ പാടില്ലെന്ന് ട്രെയിനിങ് പീരീഡിൽ പഠിപ്പിച്ചിട്ടുണ്ടേ. അത് എനിക്ക് ഒറ്റയ്ക്ക് മേലിറങ്ങാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. യൂണിഫോം ഒന്നും ഒരു പ്രശ്നമല്ല സാറേ. ഉള്ളത് ഓണം പോലെ നമുക്ക് എല്ലാവർക്കും ഇട്ടുകൊണ്ട് ഇറങ്ങാം. സാറ് വന്നേ. പ്രശ്നം നടക്കുന്നിട്ട് നമ്മൾ പോയി എന്ന പേരോ സാറ് നാട്ടുകാരൊക്കെ പരിചയപ്പെട്ട ഒരു അവസരമായി. പോയില്ലെങ്കിൽ നന്ദിനി നമ്മളെ തൊപ്പി ഉറപ്പിക്കും. ഈ പറഞ്ഞ രാമുവേട്ടൻ അവിടെ അച്ഛനാ. അല്ല, അടിക്കടി കേൾക്കുന്നുണ്ട് ഈ പേര്. ആരായി നന്ദിനി? കളക്ടറോ മറ്റോ ആണോ? ആ, അങ്ങനെയും പറയാം സാർ. ഇനി ഇവിടെ തന്നെ കാണുമല്ലോ. നന്ദിനിയെ സാറ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും യൂണിഫോമിൽ കയറി ഫോമിലായി. അമ്മേ, ഞാനായിരുന്നു. ആദ്യമായി കാക്കി ധരിച്ച രതീഷ് സ്വന്തം രൂപം കണ്ണാടിയിൽ കണ്ട് പേടിച്ച് നിലവിളിച്ചു. എന്നെ കൊണ്ട് എനിക്ക് വയ്യ ദൈവമേ. നിന്നെ നീ തന്നെ കാത്തോണേ. അല്ല, എന്നെ നീ തന്നെ കാത്തോണേ. വലതുകാല് വെച്ച് കയറി സാറേ. പടച്ചോനെ, സാറിന്റെ കന്നി യാത്ര അവസാന യാത്രയാവാൻ നോക്കണേ. അബ്ദുള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കേട്ടതും ജീപ്പിന്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് വലതുകാൽ കുത്താൻ പോയ രതീഷ് തിരിഞ്ഞ അയാളൊന്ന് അടിമുടി നോക്കി. പേടിപ്പിച്ചാണോ? അത് വേണ്ടട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തീരത്തേക്കുള്ള സ്റ്റീൽ ഗ്ലാസ് വാങ്ങിയവനാ ഈ രതീഷ് മനോഹരാഞ്ചൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, ഓക്കെ? വലിയ വായിൽ ഡയലോഗും അടിച്ച് ജീപ്പിൽ കയറി ഞെളിഞ്ഞിരിക്കുമ്പോഴും മനസ്സിലൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഗുണ്ടബിനുവിന്റെ അജ്ഞാത മുഖമായിരുന്നു അവന്റെ മനസ്സിൽ. ഐശ്വര്യമായിട്ട് വാങ്ങിക്കോ സാറേ. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ഡ്രൈവർ പ്രവീൺ ഇരുകയ്യാലെ ചുമന്നൊരു സാധനം രതീഷിന് നേരെ നീട്ടി പറഞ്ഞു. ഇങ്ങ് തന്നേക്ക് കൃഷ്ണ ഗുരുവായൂരപ്പാ, കാത്തോണേ. രതീഷ് ഇരുകൈയും നീട്ടി വാങ്ങിക്കൊണ്ട് മുഖത്തിന് നേരെ അടുപ്പിച്ച് ഇരുകണ്ണിലും മാറി മാറി തൊട്ട് പ്രാർത്ഥിച്ചു. പ്രവീൺ ഒരു സ്വിച്ച് ഓൺ ചെയ്തു. പെട്ടെന്ന് പോലീസ് സൈറൺ മുഴങ്ങി. അയ്യോ, എന്തോന്നാണ് ഇത്? ഞെട്ടി നിലവിളിച്ച രതീഷിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിക് സൈറൺ തെറിച്ചു വീണു. സാറ് ഇത് മുകളിൽ നിന്ന് ഇളകി വീണ്ടും കുറെ ദിവസമായി. ഒരു വെറൈറ്റിക്ക് സാർ എടുത്ത് കയ്യിൽ വെച്ചോട്ടെന്ന് കരുതി. കന്യാത്ര കളറാക്ക ഒട്ടും കിറക്കേണ്ട ഒച്ചയുണ്ടാവും. പ്യൂ പ്യൂ പ്യൂ. പോലീസ് ജീപ്പ് മുന്നോട്ട് കുതിച്ചു. രതീഷ് ഇടത് കൈ പുറത്തിട്ട് സൈറൺ ഉയർത്തിപ്പിടിച്ച് ഞെളിഞ്ഞിരുന്നു. പുറകിൽ അബ്ദുള്ളയും സരിതയും ഉണ്ട്. പാലം കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയപ്പോൾ കണ്ടു ദൂരെ ഒരാൾക്കൂട്ടം. ഡ്രൈവിംഗിനിടയിലും പ്രവീൺ തല പുറത്തേക്കിട്ട് ദൂരെ കാണുന്ന കാഴ്ച തന്നെ മാൻമെയ്ഡ് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തു. അബ്ദുള്ള സാർ ഇതേ നോക്ക്. ആ ഗുണ്ടബിന് നമ്മുടെ രാമേണ്ണ മോളുടെ കഴുത്തിൽ കത്തിവെച്ചേക്കുവാ. പടച്ചോനെ, നമ്മുടെ നന്ദിനിയുടെ വകുപ്പ് 332 ആണല്ലോടാ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം. അബ്ദുള്ള ഇരുന്ന് വെറുതെ തട്ടിവിട്ടു. 332 അതല്ല അബ്ദുള്ള സാറേ, ഒരു പോലീസ് എസ്ഐ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്തുള്ള വകുപ്പാ. IPC സെക്ഷൻ 332. ഡ്രൈവർ പ്രവീൺ നൈസായിട്ട് രതീഷിനിട്ട് താങ്ങി. രതീഷ് കാറ്റുപോയ ബലൂൺ പോലെ സീറ്റിൽ പതിഞ്ഞു. പിന്നെ എസ്ഐ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർ ആര് വേണേലും ആവാം. സരിത ഒരു പുച്ഛത്തോടെ പ്രവീണിനോടായി പറഞ്ഞ നിമിഷം തന്നെ പ്രവീൺ നിലവിളിച്ചു തുടങ്ങി. അയ്യോ, കയ്യിന്ന് പോയി. IPC സെക്ഷൻ ആണോ പ്രവീണേ? അത് സാരല്ല, നമ്മൾ മാത്രമേ കേട്ടുള്ളൂ. അതൊരു ചിരിയോടെ പറഞ്ഞു. അതല്ല, ബ്രേക്ക് വണ്ടിയുടെ ബ്രേക്ക് കയ്യിന്ന് പോയി. ഇങ്ങനൊരു മണ്ട്. എടാ, ബ്രേക്ക് കയ്യിന്നല്ലേ കാലിന്നല്ലേ പോവാ? നീ എന്താ പറഞ്ഞ്? ബ്രേക്ക് പോയിന്ന്. പടച്ചോനെ, ഞങ്ങള് കാത്തോളി. വിട പട്ടി. നന്ദിനി ഗുണ്ടബിനുവിന്റെ കയ്യിൽ കിടന്ന് കുതിരി. പക്ഷെ അവളുടെ കഴുത്തിൽ കത്തിയേർത്ത് വെച്ച് ബിനു അട്ടഹസ്യവും അവൾ നടങ്ങി. അടങ്ങടി. രൂപ 2 ലക്ഷം നിന്റെ തന്തയിൽ നിൽക്കുന്ന രാമുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അതോ അക്കരെ വിട്ട് നിന്നെ പഠിപ്പിക്കാൻ. എന്നിട്ടിപ്പം മുതലുമില്ല, പലിശയില്ല. തൽക്കാലം മുതൽ അവിടെ കിടക്കട്ടെ. പലിശ നന്ദിനിക്കുട്ടി വെച്ച് ഞാൻ മുതലായിക്കോളാം. അയ്യോ, ചതിക്കല്ലേ ബിനു. ഞാൻ എങ്ങനെയോ നിന്റെ പൈസ കുറേശ്ശായി തന്നു തീർത്തോളാം. കുറച്ച് സാവകാശം മാത്രം മതി. എന്നെ മോളൊന്നും ചെയ്യരുത്. രാമേട്ടൻ തൊഴുകയാൽ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരൊക്കെയും ചുറ്റും കൂടി വെറൊരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതാണ് നന്ദിനിക്ക് എല്ലാവരോടും പുച്ഛമാണ് തോന്നിയത്. തന്നെ ബലമായി പിടിച്ചിരിക്കുന്ന ബിനുവിലും ചുറ്റിലും നിൽക്കുന്ന അയാളുടെ ഗുണ്ടകളിലും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന നാട്ടുകാരിലും ഒരു വ്യത്യാസം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛാ, അമ്മയും പെങ്ങളും തിരിച്ചറിഞ്ഞുള്ള ഈ നാടിയുടെ അച്ഛൻ നിന്ന് യാചിക്കാതെ പോലീസിനെ വിളിക്കാൻ നോക്ക്. ബിനുവും ഗുണ്ടകൾ അത് കേട്ട് ആർത്തട്ടഹസിച്ചു. പെട്ടെന്നാണ് പോലീസ് സൈറൺ ശബ്ദം ദൂരെ നിന്ന് അടുത്തേക്കുന്ന രീതിയിൽ കേട്ടു തുടങ്ങിയത്. ആഹാ, നന്ദിനിക്കുട്ടിക്ക് ആയുസ് കുറവാണെങ്കിൽ പോലീസുകാർക്ക് 100 ആയുസ. പറഞ്ഞത് ആവും ആയിലേക്കിട്ടില്ല. ആ നിലവിളി ശബ്ദത്തിലേക്ക് കേൾക്കുന്നത് കണ്ടു നിന്ന് ആരോ പറഞ്ഞു. ഇതേ സമയം പോലീസ് ജീപ്പ് വഴിയിൽ നിന്ന് കാട്ടുചെടികൾ കൊണ്ട് അലങ്കരിച്ച നിലയിൽ പാഞ്ഞു വരികയാണ്. ഒന്നുകൂടെ ചവിട്ടി നോക്കടാ. കിട്ടുന്നില്ല. എനിക്ക് അമ്മയെ കാണാൻ വേണ്ടി പോണം. ബ്രേക്ക്. രതീഷ് പാടുമ്പോൾ കോറസ് പാടാൻ ഡ്രൈവർ പ്രവീണും PC സരിതയും ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുള്ളയും കൂടി. നിലവിളിക്കുന്നതിനിടയിലും കൂട്ടം കൂടി നിൽക്കുന്ന നാട്ടുകാരോട് മാറി നിൽക്കാനായി കയ്യും തലയും പുറത്തിട്ട് പ്രവീണ് രതീഷ് ആംഗ്യം കാണിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ജീപ്പ് ഒരു കല്ലിന്റെ മുകളിൽ കയറി ഇറങ്ങിയത്. പകുതിയോളം പുറത്തേടുന്ന രതീഷിന്റെ ശരീരം ശക്തിമാൻ മലർന്ന് പറക്കും പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. രതീഷിന്റെ കാൽപാദം പതിഞ്ഞ ഗുണ്ടബിനുവിന്റെ നെഞ്ചത്താണ്.
ഗുണ്ടബിനു പറഞ്ഞു അടുത്തുള്ള പോസ്റ്റിൽ നടുവും തല്ലി ആസനസ്ഥനാകുമ്പോൾ എസ് ഐ രതീഷ് നന്ദിനിയെയും കെട്ടിപ്പിടിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി ഉരുണ്ടുരുണ്ട് അടുത്തുള്ള പെട്ടിക്കടയുടെ തിണ്ണിൽ പോയിരുന്നു. പെട്ടിക്കടയിലെ ചേച്ചി കാക്കിയിട്ട കസ്റ്റമറെ വരവേറ്റു. എന്താ സാർ വേണ്ടേ? തണുത്തൊരു നാരങ്ങ സോഡ. കുട്ടിക്ക് ഉപ്പ പഞ്ചസാരയാ. നന്ദിനിക്ക് 1-2 നിമിഷം വേണ്ടി വന്നു എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പോഴേക്കും ഗുണ്ടബിനുവിനെ പറന്ന് ചവിട്ടി തെറിപ്പിച്ച എസ് ഐയെ നാട്ടുകാർ ആർപ്പുവിളിയും ആർവങ്ങളോടെയും സ്വീകരിച്ചു. പുതിയ എസ് ഐ ഗുണ്ടബിനുവിനെ പറപ്പിച്ചേ. രതീഷ് കിടത്തണ്ടയിൽ നിന്ന് പതിയെ എഴുന്നേറ്റ്. അമ്മേന്റെ ഒരു ഇതൊക്കെ എന്ത്? ബൈ എന്താ കുട്ടിയുടെ പേര്? ഓ സോറി, നന്ദിനി അല്ലേ? വലതയിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഇടതൈ കൊണ്ടൊന്ന് കറക്കി ടൈറ്റാക്കി ഒരു കള്ളച്ചിരിയോടെ രതീഷ് നന്ദിനിയെ നോക്കി ചോദിച്ചു. അവനെ അടിമുടിയെ നോക്കി ഒന്നും മിണ്ടാതെ അവൾ തന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. അഹങ്കാരി, ഒരു നന്ദി പോലും പറയാതെ പോകുന്നുണ്ടില്ലേ? അല്ല ശരിക്കും ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായ? ഈശ്വര, ജീപ്പ് ബ്രേക്ക്, അബ്ദുക്ക, പ്രദീപേ, സരിത, അയ്യോ! വിളിച്ചോണ്ട് രതീഷും ചായക്കടക്കടുത്തേക്ക് പാഞ്ഞു. ജീപ്പ് കട്ടപ്പുറത്താണ്. അബ്ദുള്ള കാര്യമായി നന്ദിനിയുടെ അച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഇടക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാഗത്തിൽ കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് രതീഷിനെ പാളി നോക്കുന്നുണ്ട്. പ്രവീൺ കീറിയ ഷർട്ടുമായി മൊഴി രേഖപ്പെടുത്തുകയാണ്. തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന തന്റെ തൊപ്പി കമ്പിട്ട് കുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് സരിത. ഒന്ന് വാ തൊപ്പി, പണ്ടത്തെ പോലെ കുനിയാൻ വയ്യ. രാമയുടെ പുറകിൽ നിൽക്കുന്ന നന്ദിനി ഒളി കണ്ടിട്ട് രതീഷിനെ ഒന്ന് പാളി നോക്കി. ഒരു നന്ദി പോലും പറയാതെ മാറി നിൽക്കുന്നവളെ അവനും നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഈ നാട്ടിൽ കാലൂത്തി മുതൽ കേൾക്കുന്ന പേരാണ് നന്ദിനി. കൊള്ള, ഒരു കൊച്ചു സുന്ദരി. പക്ഷേ മോന്ത കണ്ട ഭിത്തിയമ പിടിച്ച് അരക്കാൻ തോന്നും. നന്ദിയില്ലാത്തവള്. ഈ സമയം കൊണ്ട് ഗുണ്ടബിനുവിനെ കൂടെയുള്ള ഗുണ്ടകൾ തൂക്കിയെടുത്ത് സ്ഥലം കാര്യാക്കിയിരുന്നു. കേസൊന്നും വേണ്ട സാറേ, ഞാൻ എൻ്റെ മോള് മാത്രം ഇവിടെ താമസം. പകയും കൊണ്ട് നടക്കുന്നവൻ അബീനു. ഇനി ഇതിൻ്റെ പേരിൽ അവനോട് വഴക്കിടാൻ വയ്യ. കാശ് കൊടുത്ത് തീർക്കാൻ കുറച്ച് സാവകാശം തരാൻ പറഞ്ഞ് ഒത്തീർപ്പാക്കിയാൽ മതി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? പെണ്ണുങ്ങൾ നേരെ കൈയുയർത്തതിനോട് എന്തോ ഒത്തീർപ്പ്? കോടതിക്കായിരുന്നു അവനെ. നന്ദിനിക്ക് ദേഷ്യമാണ്. നീ ചുമ്മാണ്ടിരിക്കും നന്ദിനി. ഈ എസ് ഐ സാറുള്ളതുകൊണ്ടാ ഇപ്പൊ നീ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ മറക്കണ്ട, എപ്പോഴും പോലീസിന്റെ സമയത്ത് രക്ഷിക്കാൻ വരണമെന്നാവില്ല. രാമുവേട്ട മകളെ ശകാരിച്ചു. ഓ പിന്നെ, ശിക്കാരി ശാമുവിന്റെ കഥ ഇവിടെ എല്ലാവർക്കും അറിയാം. നന്ദിനി അല്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞു. പക്ഷെ അവിടെ അടുത്തുനിന്ന് രതീഷ് നല്ലപോലെ കേട്ടു. അവൻ പതിയെ അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഏയ്, ആരാണ് നിന്റെ ശിക്കാരി ശാമ്പു? ഒരുപാടങ്ങ് നകളിക്കല്ലേ. കൂടുതൽ നകളിച്ച പൊന്നുമോളെ തൂക്കിയെടുത്ത് നിന്നെ ലോക്കപ്പിലിടും ഈ എസ് ഐ രതീഷ്. താൻ പോടോ ശിക്കാരി ശാമ്പു. അങ്ങനെ ചുമ്മാ താൻ വിചാരിച്ചാൽ തന്നെ ലോക്കപ്പിൽ കയറ്റാൻ പറ്റത്തില്ല. അത് വകുപ്പ് വേറെയാ. തനിക്കെതിരെ ഞാനൊരു കേസ് കൊടുത്താലേ ലോകപ്പിലാകാൻ പോകുന്ന താനാ. തന്റെ മുന്നിൽ കൂടി അല്ലേടോ ആ ബിനു അയാളുടെ കുണ്ടുകൾ ഓടി രക്ഷപ്പെട്ട്. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാളെ പോയി പിടിച്ച് ലോക്കപ്പിലെടുക്കാൻ നോക്ക്. ഈ നാളിലെ പാവങ്ങളെ പറ്റിക്കും പോലെ ഈ നന്ദിനിയെ പറ്റിക്കാൻ നോക്കണ്ട, കേട്ടോടാ ശിക്കാരി ശാമ്പു. ഡേ, നിന്നെ എടുത്തോളാടി, രതീഷ് പല്ലടിച്ചോണ്ട് പറഞ്ഞു. ഒന്ന് പോടോ ശിക്കാരി ശാമ്പു. എന്താ മോളെ, നീ സാറിനോട് വഴക്കിടുവാണോ? രാമുവേട്ടൻ നന്ദിനിയോട് ചോദിച്ചു. ഏയ് അല്ലച്ചാ, ഈ എസ് ഐ സാറിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. തിരികെ പോകുമ്പോൾ രതീഷിന്റെ മനസ്സിൽ സ്വയം ഒരു ഹീറോ പരിവേഷമൊക്കെ കയറി കൂടിയെങ്കിലും നന്ദിനിയുടെ കളിയാക്കൽ അവന്റെ മനസ്സിലൊരു കരടായി തന്നെ തുടർന്നു. അബ്ദുക, ആ പെണ്ണില്ലേ, ആ നന്ദിനി, അവൾക്കൊരു പൊടിക്ക് അഹങ്കാരം കൂടുതലില്ലേ എന്നൊരു സംശയം. പുറകിലേക്ക് തിരിഞ്ഞോക്കി രതീഷ് ചോദിച്ചു. എന്താ രതീഷ് സാറേ ഇത്രയും നേരം ആ പെണ്ണിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്? സരിത ആക്കിയ ചിരിയോടെയാണ് അത് ചോദിച്ചത്. സരിതക്ക് തോട്ടിൽ നിന്ന് തൊപ്പിട്ടിയോ? നാളെ തൊപ്പില്ല സ്റ്റേഷൻ കൊണ്ടുവരുത്. സരിത മുഖം കൂട്ടി. നിങ്ങളെ തല്ലി പിടിക്കേണ്ട, പാവാ നന്ദിനി നല്ലൊരു കൊച്ചാ. അതിൻ്റെ അമ്മ പണ്ട് കണ്ണാടിപ്പുഴയിലുണ്ടായൊരു തൂണിയപ്പടത്തിൽ മരിച്ചു പോയതാ. ആ രാമുവേട്ടൻ ടൗണിലേക്ക് അയച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ആ കൊച്ചിനെ ഇന്നാട്ടിലാകെ പഠിച്ചിട്ടുള്ള ആ കൊച്ചു മാത്രമാണ്. പിന്നെ ഞങ്ങളൊക്കെ ജോലി കിട്ടി ഇവിടെ വന്ന് താമസിച്ചവരാ. രാമുവേട്ടൻ കുറച്ച് കാശ് ആ ഗുണ്ടബിനുവിൻ്റെ കയ്യിൽ നിന്ന് പലിശ കെടുത്തിരുന്നു. 2 മാസത്തെ പലിശ മുടങ്ങിയതിനാ ആ ദുഷ്ടൻ ആ കൊച്ചിനെ കയറി പിടിച്ച്. ഈ നാട്ടിൽ പഠിച്ചവർക്ക് തൊഴിലിട്ടാൻ വലിയ പാടാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അതിന് മാത്രം വലിയ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഒരു നല്ല ഹോസ്പിറ്റലോ വലിയ സ്കൂളോ സർക്കാർ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല. പോണേ പുഴ കടന്ന് അക്കരെ ടൗണിലെത്തണം. പിന്നെ ഇവിടെ ആകെയുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനും ചെറിയ ക്ലിനിക്കും പുതുതായിട്ട് തുടങ്ങിയ UP സ്കൂളാണ്. എന്തായാലും പോസ്റ്റിലിടിച്ച് കുണ്ടവിനുവിൻ്റെ നട്ടല് പൊട്ടി. അയാളുടെ ശല്യം കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല. അവൻ ആള് ശരിയല്ല സാറേ. നമ്മൾ പിടിച്ച് ലോക്കപ്പിലിട്ടാവും പുല്ലുപോലെ ഇറങ്ങിപ്പോവും. പോലീസ് പിടിച്ചതിൻ്റെ വൈരാഗ്യം മുഴുവൻ പിന്നീട് അയാൾ തീർക്കുന്നത് ഇവിടുത്തെ പാവം നാട്ടുകാരോടായിരിക്കും. രതീഷ് സാറ് ആൾ പുലിയാണ് കേട്ടാ. വന്നു കയറി ഉടനെ നാട്ടുകാരുടെ കയ്യടി നേടിയല്ലോ. പക്ഷേ അവൻ ചുമ്മായിരിക്കില്ല സാറേ. അവനെ സൂക്ഷിക്കണം കേട്ടോ. പകയുള്ള കൂട്ടത്തിൽ അവൻ കുത്തിക്കൊല്ലാനും മടിക്കില്ല. പണ്ടം പുറത്തേക്ക് എടുക്കും. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന SIയുടെ കഴുത്തിനിട്ടാ കുത്തിയത്. 3-ാം ദിവസം നീര് വന്ന് പനി പിടിച്ചാ ചത്തത്. അബ്ദുള്ള പറഞ്ഞെത്തിയതും രതീഷിന്റെ ഉള്ള സമാധാനം കൂടി പോയിരുന്നു. ഈശ്വര, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ. ദൈവമേ, എന്നെ നീ കാത്തോണേ. എന്തൊക്കെയാണ് രതീഷിന് ആ സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വരുന്നത്? നന്ദിനി എങ്ങനെയാണ് രതീഷിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്? കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.